ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് ഒരു പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ്. ഇത് ഞാനൊരു ചിക്പേട്ട് പോയപ്പോൾ ഇതൊരു 100 റുപ്പീസിന് ഞാൻ വാങ്ങിയ ഒരു സാരിയാണ്. അപ്പം ഞാനൊരു ഒരു 1 മന്ത് ഞാനൊരു ഷോർട്ട് ടൈം കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചിങ്ങിൻ്റെ. ഇപ്പം ഞാനതിൽ ഫുൾ സ്കേർട്ട് പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ഓർത്തു ഫുൾ സ്കേർട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. അപ്പം ഞാൻ ചെയ്ത് നോക്കാമെന്ന് ഓർത്ത് മേടിച്ചുകൊണ്ടാണ്. കുറച്ച് റേറ്റ് കുറഞ്ഞ സാരികൾ ഫസ്റ്റ് ചെയ്ത് പഠിച്ചിട്ട് പിന്നെ റേറ്റ് കൂടുതലുള്ള സാരികൾ ചെയ്യാമെന്ന് ഓർത്തു. പിന്നെ ഇതത്ര ഈസി അല്ല, നമ്മുടെ ഒരു 1 ഡേ പോകുന്ന പരിപാടിയാണ്. നമ്മൾ വീക്കെൻഡ് എല്ലാം ഉണ്ടെങ്കിൽ സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ നമ്മളിത് ഫുള്ളി ഇതിന് വേണ്ടിയിട്ട് തന്നെ ഇരിക്കണം. അപ്പം പിന്നെ അതിനൊരു കാര്യം പറയട്ടെ, ഇത് കുറച്ച് എനിക്ക് ഡിഫിക്കൽട്ടായി തോന്നിയത് ഞാൻ ആസ് എ ബിഗിനർ ആയതുകൊണ്ടാണ് എനിക്ക് ഡിഫിക്കൽട്ടായി. എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കൊക്കെ നല്ല എളുപ്പമായിരിക്കും. പിന്നെ എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ അയൺ ചെയ്യാനുള്ള അയൺ ബോക്സും ടേബിളും പിന്നെ നമുക്കിങ്ങനെ എല്ലാം തന്നെ നമ്മുടെ അടുത്തടുത്തുണ്ടെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. അതിനുള്ള ഫെസിലിറ്റി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് നടക്കും. ഇതല്ലെങ്കിൽ നമ്മൾ പിൻ ചെയ്തിട്ട് പിന്നെ അയൺ ചെയ്യാൻ കൊണ്ടുപോകണം. അപ്പോൾ ചിലപ്പോൾ അതിപ്പോൾ പ്ലീറ്റ് പിന്നെ പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. പിന്നെ അഗെയിൻ നമ്മൾ വന്നിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതൊക്കെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയി എനിക്ക് തോന്നി. ഇതെല്ലാം ഓൾറെഡി അടുത്ത നിയർ ബൈ എല്ലാം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാമെന്ന് എനിക്ക് തോന്നി. ഇതിൽ ഏറ്റവും ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള പാർട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതിൽ നമ്മൾ ഞെറിവെടുക്കില്ലേ, അതാണ് എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മൾ എത്ര ഞെറിവിടുന്നു അതിനനുസരിച്ചാണ് ആ പാവാടയുടെ ആ സ്കേർട്ടിൻ്റെ ഭംഗിയിരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഞെറിവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് നമ്മൾ നമ്മുടെ വേസ്റ്റ്, പിന്നെ ഇതിൽ ഓരോ ഞൊറി വന്നിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 ഇഞ്ച് 1 ഇഞ്ചാണ്. പിന്നെ ഞാനിതൊരു ഫസ്റ്റ് ഒരു സെക്കൻഡ് ടൈം സ്റ്റിച്ച് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ എനിക്ക് ചിലയിടത്തൊക്കെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ചിലയിടത്ത് 2 ഇഞ്ചായിട്ടുണ്ട്. പിന്നെ കുറച്ചെല്ലാം ഒരു മിസ്റ്റേക്ക് പറ്റിയാലും നമ്മൾ ഫൈനലി സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് കാണുമ്പോൾ ഓക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടാന്ന് തോന്നുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ തോന്നും. പിന്നെ ഞാൻ ഈ വീഡിയോ ഫുള്ളി എടുത്തിട്ടില്ല, ഞാനൊരു അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരു ഇൻറ്റൻഷനിലല്ല ഈ വീഡിയോ ആക്ച്വലി ഷൂട്ട് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഫുള്ളാക്കി എടുത്തിട്ടില്ല. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ സ്റ്റിച്ചിങ് റിലേറ്റഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മെഷർമെൻറ്റും കൂടെ എടുക്കാം. അപ്പോൾ ഓക്കെ, ബൈ.